ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാറായി കഴിയുമ്പോൾ പൊളിഞ്ഞടുങ്ങുന്ന അനീഷ് കള്ളങ്ങളാണ് കണ്ടുവരുന്നത്. പച്ചക്കള്ളം പറയരുത്, നീ പച്ചക്കള്ളം പറയുകയാണ്, നുണ പറയുകയാണ്, ഞാൻ ഇതുവരെയും നുണ പറഞ്ഞിട്ടില്ല, ഒരു കാര്യത്തിലും ഒരു രീതിയിലുള്ള നുണകളും പറഞ്ഞിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന അനീഷിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും പച്ച നുണയാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംഭവങ്ങളാണെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് കണ്ടുവരുന്നത്. അത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മുൻനിരയിലേക്ക് പോകുന്ന പല കണ്ടസ്റ്റൻസിനെ നെഗറ്റീവായി കാണിക്കാനും പലരെയും പോസിറ്റീവായി കാണിച്ച് ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സീസണിലേക്ക് അനീഷ് വരുമ്പോൾ പല രീതിയിൽ പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും വെറുപ്പിച്ച് തന്നെയാണ് പുള്ളി മുന്നിലേക്ക് വന്നത്. നമ്മൾ പ്രേക്ഷകരും കുറെ വാഴകൾക്കിടയിൽ ഇങ്ങനെയെങ്കിലും ചെയ്യുന്നു. നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ അവിടെ കഷ്ടപ്പെട്ട് മുന്നിലേക്ക് വരുന്നവരെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് അനീഷിന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയത്. പ്രേക്ഷകരെല്ലാവരും അവിടെ കുറെ വാഴകൾ വെറുതെ ഉണ്ടുറങ്ങി നിൽക്കുന്നു, കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞ് നിൽക്കുന്നു, കുറെ PR ബലത്തിൽ നിൽക്കുന്നു. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ശ്രദ്ധ നേടിയെടുത്ത് മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു, അതിന് നമ്മൾ വാല്യൂ കൊടുത്തു. അങ്ങനെയാണ് അനീഷിനൊക്കെ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായി വന്നത്. എന്നാൽ പറഞ്ഞതെല്ലാം നുണകളാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴും അനീഷിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് സാധിക്കത്തില്ല. കാരണം ആള് കുറെ നുണകൾ പറയുന്നുണ്ട്, എന്നിട്ട് പിന്നീട് പോയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശക്കാരാക്കി, അതായത് ഗെയിമിന്റെ ഒരു പാർട്ടായിട്ട് ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് നുണകൾ പറയാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഗെയിം സ്ട്രാറ്റജികൾ വർക്കൗട്ട് ആക്കാം. ഇത്രയും വർഷത്തോളം ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി എഴുതി പഠിച്ച് ഏതൊക്കെ എന്തൊക്കെ എപ്പോൾ പറയണമെന്ന് മനസ്സിലാക്കി ഷെഡ്യൂൾ ചെയ്ത് വന്നിരിക്കുന്ന അനീഷ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ഒരു നുണ, ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നുണ പറഞ്ഞിട്ട് അത് പിന്നീട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കില്ല എന്ന് ധരിക്കുന്ന ഒരു പൊട്ടനാണോ അനീഷ് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് ചിന്തിക്കാനുള്ളൂ. കാരണം പുള്ളിക്കറിയാലോ ഇത്രയും ക്യാമറകളുണ്ട്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് റെക്കോർഡാകും, പ്രേക്ഷകരും കാണുന്നുണ്ട്. അത് പിന്നീട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എന്തിനാണ് അനീഷ് ഓരോ നുണകളും ഓരോ സമയത്തും പറഞ്ഞിട്ട് പിന്നീട് താൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരാണ് നുണ പറയുന്നത്, മറ്റുള്ളവർ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മറ്റുള്ളവർ ഇതിനകത്ത് അഭിനയിച്ച് നിൽക്കുകയാണ്, താൻ മാത്രമാണ് സാധാരണക്കാരൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, പാവമാണ്, ഞാൻ മാത്രമാണ് ഗെയിം കളിക്കുന്നത്, മറ്റുള്ളവരെല്ലാം പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഇറക്കി തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. പല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ പല കാരണങ്ങളാൽ എന്നിട്ട് പല ക്യാമറകൾക്ക് മുന്നിൽ പോയിരുന്ന് മോശമാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്, ഞാൻ മാത്രമാണ് സത്യസന്ധൻ. ഇത് ക്യാമറകൾക്ക് മുന്നിൽ ഇരുന്ന് അറിയാതെ പറയുന്നതൊന്നുമല്ല, പുള്ളി പോയിട്ട് മനഃപൂർവ്വം ക്യാമറ സ്പേസ് കിട്ടാനും അതുപോലെ തന്നെ ക്യാമറയിൽ അത് റെക്കോർഡായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് പുള്ളി ഇരുന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞു പോകും. പുള്ളി ആ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയും അതിനുള്ളിൽ തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അതപ്പം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെ ഓരോ കണ്ടസ്റ്റൻസിനെയും തേജോവധം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തീർത്തും മോശക്കാരാക്കി കാണിക്കാൻ വേണ്ടി പുള്ളി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പുള്ളി ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തു കൊള്ളട്ടെ, ബട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനാണ് സത്യസന്ധൻ, ഞാൻ നുണ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഞാനൊരു സാധാരണക്കാരനാണെന്ന രീതിയിൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മലയാളികൾക്കിടയിൽ ഒരു സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് നുണ പറയുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ ബിഗ് ബോസിലേക്ക് വരാൻ 3 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PR എന്താണെന്ന് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ വന്ന് പൊളിച്ചടുക്കി കൊടുത്തു. ഈ ഒരാഴ്ച വന്നിട്ട് കഴിഞ്ഞ ദിവസം അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്നുള്ള ഒരു മാറ്റർ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ സുപ്രഭാതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ നേരെ ഭയങ്കര വഴക്കും കാര്യങ്ങളും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നടക്കുന്നു. ലാലേട്ടൻ അത് വന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ആദ്യ ദിവസങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് സുപ്രഭാതം പറയാൻ തുടങ്ങിയെന്ന്, ഞാനത് മറന്നുപോയതാണ്, 75 ദിവസമായില്ലേ, എല്ലാം ഓർക്കുന്നില്ല, എന്ത് നുണയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് പുള്ളി പ്ലേറ്റ് മാറ്റി വെക്കുന്നത്. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ആളുടെ ഓരോ നാടകങ്ങളും പൊളിഞ്ഞടുങ്ങുമ്പോൾ പുള്ളി എല്ലാം മറന്നുപോയി, ഞാനത് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത്. അത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് പുള്ളി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പൊളിഞ്ഞടുങ്ങുമ്പോൾ പുള്ളിക്ക് തന്നെ ഗെയിമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പിന്നെ ആ വീണടത്ത് കിടന്നിങ്ങനെ ഉരുളുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുവരുന്നത്. ടാസ്കിനുള്ളിലാണെന്നുണ്ടെങ്കിലും ഓരോ വീക്കിലി പെർഫോമൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഗെയിമുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒരു ഫാമിലി വീക്കും കൂടെ കഴിഞ്ഞേ പിന്നെ കൂടെ നിന്ന പലരെയും ഒന്ന് ഒഴിവാക്കണം, അതുപോലെ തന്നെ തന്റെ തനിച്ചുള്ള ഒറ്റപ്പെടൽ നാടകം വീണ്ടും തുടരണം, അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ
എതിരെ സംസാരിച്ച് അവരെ മോശക്കാരാക്കി എങ്ങനെയെങ്കിലും തനിക്ക് മുന്നോട്ട് വന്ന് വിജയിക്കണം എന്നുള്ള ഒറ്റ തോന്നലിൽ എല്ലാ ദിവസവും ക്യാമറകൾക്ക് മുന്നിൽ പോയി എല്ലാവരെയും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് തന്റെ നേട്ടങ്ങൾ മാത്രം പറഞ്ഞ് താൻ ഒരു സത്യസന്ധനാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ്, സാധാരണക്കാർക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്, സത്യം മാത്രം പറയുന്ന ഒരാളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള പ്രഹസനം മാത്രമാണ് ഇപ്പോൾ ഓരോ ദിവസവും കണ്ടുവരുന്നത്. ഇതിൽ പല കാര്യങ്ങളും നുണയാണ് എന്നുള്ളത് വീക്കെൻഡ് വരുമ്പോൾ അത് തെളിവ് സഹിതം വരുന്നുണ്ട്, തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അനീഷിനും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അനീഷ് ഒന്നും മനസ്സിലാക്കണം. നമ്മൾ നുണ പറയും, എല്ലാവരും ഓരോ ഗെയിമിന് വേണ്ടി പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരിക്കും, അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്, തെറ്റുകൾ പറ്റുന്നുണ്ട്. അതിനെന്തിനാണ് കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? അങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, തീർന്നു. ഇനി ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ സുപ്രഭാതം പറഞ്ഞാലും പ്രശ്നമില്ല, എനിക്ക് 3 ദിവസം അല്ല 10 ദിവസം അല്ല 1 മാസം സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല, PR എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാലോ, ഇയാള് ബാങ്ക് മാനേജറായിട്ടും അതുപോലെ തന്നെ ന്യൂസ് റീഡറായിട്ടും സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരാളും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളുമാണ്. അപ്പം ബേസിക് നോളജ് ഇല്ലാതെ ഒരു ആളല്ല, സാധാരണക്കാരനല്ല എന്നുള്ള കാര്യം വളരെ എവിഡന്റ് ആയിട്ട് വ്യക്തമാണ്. അങ്ങനെയുള്ള ആൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരു, എന്താ പറയുന്ന, ബിഗ് ബോസ് പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ പോലെ ബിഗ് ബോസിനുള്ളിൽ വന്ന് പൊട്ടം കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അതേപടി വിഴുങ്ങണം അല്ലെങ്കിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ അത്രയ്ക്കും പൊട്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള നുണകൾ പറയുമ്പോഴും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും മോശം തന്നെയാണ്. കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അനീഷിനും സപ്പോർട്ട് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. ബട്ട് ഇതുപോലെയുള്ള നുണകൾ പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെങ്കിലും ബിഗ് ബോസ് ഇപ്പോൾ പല കണ്ടസ്റ്റൻസിനെയും ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അനീഷിനൊക്കെ നല്ല പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നാടകങ്ങളും ഇതുപോലെയുള്ള നുണകളും എല്ലാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ വന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് തുറന്നു കാട്ടുകയും ചെയ്യും. ഓരോ ദിവസത്തെ എപ്പിസോഡുകളിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള നാടകങ്ങളൊക്കെ ബിഗ് ബോസ് എടുത്തു കാട്ടി പ്രേക്ഷകർക്ക് ഇടയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകും. കാരണം അവർക്കിപ്പോൾ ടോപ്പ് 5 നല്ല ടൈറ്റ് ആക്കണം, ടോപ്പ് 5 വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കണം. സോ മുൻനിരയിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിന്റെയും നെഗറ്റീവ് എല്ലാം എടുത്തു കാട്ടാനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകും. സോ അനീഷ് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് നിന്ന് കളിച്ചാൽ അനീഷിന് കൊള്ളാം, ഇല്ലെങ്കിൽ അതും അനീഷിന് തന്നെ കൊള്ളാം. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.